ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 1.5 കിലോ ചിക്കനുണ്ട്. ചിക്കൻ കൊണ്ട് വളരെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തൊരു കറി ഉണ്ടാക്കാം. ഒരു മുളക് കറി, സിമ്പിൾ ചിക്കൻ വിത്ത് പൊട്ടറ്റോ കറി. അതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 5 ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക് കീറിയത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇത് കറിയിൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ല സ്വാദായിരിക്കും. ഒരു നുള്ളുപ്പും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇടുക. അതിൽ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വലിയ ജീരകം. ഉരുളക്കിഴങ്ങെല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. വീണ്ടും അതേ ഓയിൽ തന്നെ ചൂടാക്കാം. കുറച്ച് എണ്ണയുണ്ട്. ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളി ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി വാടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അത് ഇതോടൊപ്പം മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് സൈഡിലോട്ട് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്തരം പൊടികൾ ചേർത്തൊന്ന് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം.
നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ, പച്ചമണമൊക്കെ മാറി എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി ഇതിൽ തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് ഇളക്കി നല്ലപോലെ വഴന്നെ അടച്ചു വയ്ക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചിക്കനൊക്കെ ചേർത്ത് നല്ലതുപോലെ അടച്ച് നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അടപ്പൊന്ന് തുറക്കാം. ചിക്കനൊക്കെ വെന്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ചേർക്കാം. വെള്ളം ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ വേവിക്കാം. തിള വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. നമുക്ക് അടപ്പം തുറക്കാം. ചിക്കനൊക്കെ വെന്ത് കുരുങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വളരെ പെട്ടെന്നുള്ള ചിക്കൻ ഉരുളക്കിഴങ്ങ് കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും. ഇത് ഇരുന്ന് കുറേ വറ്റും. നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അടപ്പ് വേണം. ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കറി വിത്ത് പൊട്ടറ്റോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയിലയും ചേർത്ത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.